പ്രസംഗത്തെ വലിയ രൂക്ഷമായി വിമർശിച്ചിരുന്നു. സനാതന ധർമ്മം മുഖ്യമന്ത്രി ഉദ്ദേശിച്ചത് കേന്ദ്രമന്ത്രിമാരടക്കം കഴിഞ്ഞ ദിവസം വിമർശനം ഉണ്ടായിരുന്നു. അല്ല, അതെ, മുഖ്യമന്ത്രി അത് സനാതന ധർമ്മം എന്ന് പറയുന്നത് വർണ്ണാശ്രമമാണ്, അത് ചാതുർവർണ്ണത്തിന്റെ ഭാഗമാണ് എന്നെല്ലാം പറഞ്ഞ് അത് കൊണ്ടുപോയിട്ട് സംഘപരിവാറിന് ചാർത്തി കൊടുക്കാണ്. സംഘപരിവാറിന് മാത്രം അവകാശപ്പെട്ടതാക്കി മാറ്റാണ് സനാതനധർമ്മത്തെ. അത് ഞാൻ പറഞ്ഞതുപോലെ ഇന്ത്യയുടെ കൾച്ചറൽ ലെഗസിയാണത്, സാംസ്കാരിക പൈതൃകമാണ്. അദ്വൈതവും അതുപോലെ തത്വമസി എന്നുള്ള വാക്കും നമ്മുടെ വേദങ്ങളും ഉപനിഷത്തുകളും അതിന്റെ സാരാംശങ്ങളും എല്ലാം ഉള്ളതാണ് സനാതനധർമ്മം എന്ന് പറയുന്നത്. അത് അന്വേഷിച്ച് നമ്മുടെ പാരമ്പര്യത്തിന്റെ ഭാഗമാണ്. അതെല്ലാം സംഘപരിവാറിന് ആണ് എന്ന് പറയുന്നത് പോലെയാണ്. ഞാൻ പറഞ്ഞതുപോലെ അമ്പലത്തിൽ പോകുന്നവരും ചന്ദനം തൊടുന്നവരും കാവ്യ ഉടുക്കുന്നവരെയൊക്കെ RSS ആണെന്ന് പറയുന്ന പോലെയാണ്. ഇത് അവർക്ക് അവകാശപ്പെട്ടാണ് എന്ന് പറഞ്ഞ് മുഴുവനായി അവർക്ക് വിട്ടുകൊടുക്കുകയാണ്. തെറ്റാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. മുഖ്യമന്ത്രി പറഞ്ഞത് തെറ്റാണ്. സനാതന ധർമ്മത്തെയും ഹൈന്ദവ പാരമ്പര്യത്തേക്ക് എല്ലാ മതങ്ങളിലും ഉണ്ടായതുപോലെ പൗരോഹിത്യവും രാജഭരണവും ഭരണകൂടങ്ങളും എല്ലാം ദുരുപയോഗം ചെയ്തിട്ടുണ്ട്. അത് വേറെ കാര്യം. വർണ്ണാശ്രമത്തിന് അല്ലെങ്കിൽ ചാതുർവർണ്ണത്തിന് അനുകൂലമായ നിലപാടൊന്നും അല്ലല്ലോ നമ്മുടെ ഗുരുദേവൻ. സനാതനധർമ്മത്തിന്റെ അതിന്റെ സാങ്കത്യത്തെ കുറിച്ചാണ് അദ്ദേഹം വിശദീകരിച്ച് പറഞ്ഞത്. സനാതന ധർമ്മത്തെ മുഴുവൻ തള്ളിക്കളഞ്ഞുകൊണ്ട് അത് മുഴുവൻ സംഘപരിവാറിന്റെ ആണ് എന്ന് അവർക്ക് കൊടുക്കുന്നത് എന്താണ്? അതിനകത്തൊരു വർഗീയതയില്ല. സനാതന ധർമ്മത്തിൽ ഒരു വർഗീയ കാഴ്ചപ്പാട്, ഒരു ചേരിതിരിവിന്റെ കാഴ്ചപ്പാട് പുസ്തകങ്ങളൊന്നുമില്ല. അതൊക്കെ ദുർവ്യാഖ്യാനം ചെയ്യപ്പെട്ടപ്പോൾ ഉണ്ടായ സംഭവമാണ്. തെറ്റായ രീതിയിലാണ് അദ്ദേഹം അത് അവതരിപ്പിച്ചത്. പണ്ട് പറയില്ലേ കാവ്യവൽക്കരണം, തെറ്റായ വാക്കാണ്. ആ വാക്ക് ഉപയോഗിക്കാൻ പാടില്ല. കാവ്യ കൊടുക്കുന്നവരൊക്കെ RSS ഞങ്ങളുടെ ചന്ദനം തൊടുന്നവരില്ല RSS അമ്പലത്തിൽ പോയി എല്ലാവരും ഹിന്ദുക്കളെ മുഴുവൻ ആട്ടി തെളിച്ച് അവരുടെ തൊഴിലുകളെ ആക്കുകയാണ് വേണ്ടത്. അല്ലല്ലോ അല്ലല്ലോ. നിങ്ങൾ ആ യോഗത്തിൽ പങ്കെടുത്ത ആളാണ്. ഞങ്ങൾ പൂർണ്ണമായി സ്വീകരിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഗവൺമെന്റ് വ്യക്തമായി ഉദ്യോഗസ്ഥ തലത്തിൽ കാര്യങ്ങൾ കുറെ കൂടി വേഗത്തിലാക്കണം. ഞങ്ങൾ ആ യോഗത്തിൽ ആവശ്യപ്പെട്ടത് ടൈം ഫ്രെയിം ഉണ്ടാകണം. ഇനി അതിനെ നീട്ടിക്കൊണ്ടുപോകാൻ പറ്റില്ല. ഒരു സമയത്തിന്റെ ആ സമയക്രമത്തിൽ നേരത്തെ പ്രഖ്യാപിച്ച ആ സമയത്ത് അത് തീർക്കും. എല്ലാത്ത പ്രശ്നം വീട് വെച്ച് കൊടുത്താൽ മാത്രം തീരുന്ന പ്രശ്നമല്ല. പ്രതിപക്ഷം മുന്നോട്ട് വെച്ചൊരു ആവശ്യം മൈക്രോ ലെവൽ ഫാമിലി പാക്കേജാണ്. അതായത് മാതാപിതാക്കൾ നഷ്ടപ്പെട്ടു, കുട്ടികൾ മാത്രമായ വീട് വെച്ച് കൊടുത്താൽ മതിയോ ജീവിക്കണ്ടേ? ഇനി കുട്ടികളും ബന്ധുക്കളും എല്ലാവരും നഷ്ടപ്പെട്ടു, പ്രായമായവരും മാത്രം. ഇനി വീട്ടിലെ ഏണിംഗ് മെമ്പർ, വരുമാനം ഉണ്ടാക്കുന്ന ആളില്ല, ബാക്കി കുടുംബം മാത്രം ബാക്കി എങ്ങനെ ജീവിക്കും? അപ്പൊ ഓരോ കുടുംബത്തിലും മൈക്രോ ലെവൽ ഫാമിലി പാക്കേജ് വേണം. അവർക്ക് ജീവിക്കാൻ, അവർക്ക് വരുമാനം ഉണ്ടാകാൻ, അവരുടെ ഉപജീവനത്തിനുള്ള കാര്യം ഇതെല്ലാം ചെയ്യണം. പിന്നെ ഈ കാർഷിക മേഖലയായിരുന്നു കുറേ ഭാഗം. ഇപ്പൊ നമ്മള് വീടൊക്കെ വെച്ച് കൊടുക്കുമ്പോ അവർക്കൊരു കാര്യത്വത്തിന് പോലും സ്ഥലമില്ലാത്ത രീതിയിലാകും. അത് ഞങ്ങൾ പറഞ്ഞു കുറെ കൂടി സ്ഥലം കൊടുക്കണം. വലിയ വീടിനേക്കാൾ പ്രധാനം കുറെ കൂടി സ്ഥലമാണ്. കാരണം ഈ കാർഷിക മേഖല നിങ്ങൾ ശ്രദ്ധിച്ചാറിയാം, കാർഷിക മേഖല വലിയ തകർച്ചയിലാണ്. അവർ പലരും ജീവിക്കുന്നത് പശുവിന് പാല് കൊടുക്കുന്നത്. ഒരു കാര്യത്തൊഴുത്ത് പോലും എടുക്കാൻ സ്ഥലമില്ലാത്തൊരവസ്ഥ വരരുത്. നമ്മളവരെ റീഹാബിലിറ്റേഷൻ എന്ന് പറയുന്നത് വീട് നഷ്ടപ്പെട്ടവരെ വീട്ടിൽ കൊണ്ടുപോയി താമസിക്കുന്നത് മാത്രമല്ല, അത് കുറെ കൂടെ വൈഡർ ആംഗിൾ, കുറെ കൂടെ വിശാലമായ കാഴ്ചപ്പാട് അവരുടെ ജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള പദ്ധതികളിലേക്ക് കടക്കണം എന്നുകൂടി ഞങ്ങൾ ആ യോഗത്തിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അല്ലാതെ ആലോചിക്കാമെന്നാണ് പറഞ്ഞത്. നേരത്തെയും പറഞ്ഞിട്ട് ആലോചിക്കാം, പക്ഷേ അതിനുള്ള കോൺക്രീറ്റ് ആയിട്ടുള്ള പദ്ധതികളൊന്നും ചെയ്തിട്ടില്ല. ഇപ്പൊ തന്നെ കൃത്യമായിട്ടുള്ള ബെനഫിഷ്യറീസ്, അതായത് ആരാണ് വിക്ടിംസ് യഥാർത്ഥത്തിൽ എന്നതിന്റെ ലിസ്റ്റ് കറക്റ്റല്ല. ഞാനത് വളരെ സങ്കടകരമായ കാര്യം. നമ്മളിത് ഇതിനോട് യോജിച്ച് പോകാൻ തീരുമാനിച്ചുകൊണ്ടാണ് പലതും പറയാത്തത്. അതായത് ഇതുവരെ രണ്ട് രീതിയിലുള്ള ആളുകളുണ്ട് നമുക്ക് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും. ഒന്ന് വീട് എടുത്തു പോയി അതൊരു വിഭാഗം ആളുകൾ. ഇത് എത്ര പേരുണ്ട് തന്നെ കണക്കണ്ട. രണ്ടാമത് ഇനി അവിടെ പോയി വീടുണ്ട്, പക്ഷെ അവിടെ പോയി താമസിക്കാൻ പറ്റും. കാരണം അപകടാവസ്ഥയിലാണ് ആ വീട് നിൽക്കുന്നത്. അവർക്ക് അവിടെ പോയി താമസിപ്പിക്കാൻ പറ്റില്ല. ആരും പോകരുതെന്ന് നിർദ്ദേശം കൊടുത്തിട്ട് നമ്മൾ പോകാനും പറ്റില്ല, താമസിക്കാനും പറ്റില്ല. അവരെയും വേണം. അതെത്ര പേരുണ്ട്? ഇത്രയും പാസ്സായിട്ട് അതൊന്നും
കൃത്യമായ കണക്കില്ല. നേരത്തെ ഒരു കണക്ക് തയ്യാറാക്കിയപ്പോൾ ഇരട്ടിപ്പ് 62 ഇരട്ടിപ്പ്. ഇത് 5000 പേരും 10000 പേരുള്ള ലിസ്റ്റല്ലല്ലോ തയ്യാറാക്കുന്നത്. 400 500 അല്ലെങ്കിൽ കൂടി വന്ന 600 പേരുള്ള ലിസ്റ്റല്ലേ തയ്യാറാക്കുന്നത്. ആ ലിസ്റ്റ് തയ്യാറാക്കുമ്പോൾ എത്ര ലാഘവത്വത്തോടു കൂടിയാണ് ഉദ്യോഗസ്ഥരത് ചെയ്യുന്നത്. അപ്പൊ അത് കുറച്ചുകൂടി ശ്രദ്ധ ഗവൺമെന്റിന്റെ ഭാഗത്ത് ഉണ്ടാകണം. ഒരു മന്ദത ഉണ്ട്. പതിയാണ് പോകുന്നത്, സ്ലോ ആയിട്ടാണ് പോകുന്നത്. ഇത് വേഗത്തിലാക്കണം, സമയബന്ധിതമാക്കണം, കുറെ കൂടി വ്യക്തതയും സുതാര്യതയും ഇക്കാര്യത്തിൽ മാറ്റണം. ഞങ്ങൾ പരമാവധി ഗവൺമെന്റുമായിട്ട് കോപ്പറേറ്റ് സഹകരിക്കും. ഈ പുനരധിവാസ പാക്കേജിന്റെ കാര്യത്തിൽ സർക്കാർ ആവശ്യങ്ങൾ വരുത്തി അവര് ഒരു ജനുവരി 15 ആവുമ്പോഴേക്കും ചെയ്യാമെന്നാണ് എന്റെ ചോദ്യത്തിന് മറുപടിയായിട്ട് മീറ്റിംഗിൽ പറഞ്ഞു. 15-ാം തീയതി വരുമ്പോഴത്തേക്കും ഒരു വ്യക്തത വരുത്താം. ഇതുവരെ വ്യക്തത ഇല്ലാന്ന് പറയുന്നത് അതൊരു ശരിയായ കാര്യമാണോ? ഇതുവരെ ലിസ്റ്റ് പോലും എടുക്കാൻ പറ്റില്ല എന്ന് പറയുന്നത് പഞ്ചായത്തിന്റെ കയ്യിലൊക്കെ ലിസ്റ്റ് ഉണ്ട്, കറക്റ്റായിട്ട് ലിസ്റ്റ്. അപ്പൊ പഞ്ചായത്ത് അധികൃതരായിട്ട് സംസാരിക്കത്തില്ല. ഈ ഉദ്യോഗസ്ഥർ സംസാരിച്ചെങ്കിൽ നമ്മളൊരു ലിസ്റ്റ് തയ്യാറാക്കുമ്പോൾ അത് കമ്പയർ ചെയ്ത് നോക്കണ്ടേ, ഇതൊക്കെ ശരിയാണോ എന്ന് പരിശോധിക്കണ്ടേ. ഗ്രാമപഞ്ചായത്തിന്റെ കയ്യിൽ ലിസ്റ്റ് ഉണ്ട്, ലോക്കൽ ബോർഡിന്റെ കയ്യിലുണ്ട്. വേണ്ട രീതിയിലല്ല കാര്യങ്ങൾ നടക്കുന്നത്. കുറച്ചുകൂടി നല്ല രീതിയിലേക്ക് ആക്കണം. നമുക്കില്ലെങ്കിൽ വളരെ മോശമാണ്.